അഡ്വക്കേറ്റ് ടി ബി മിനി നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ അതിജീവിത എപ്പോഴും ഒന്നും മാധ്യമങ്ങളെ കാണാറോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറിപ്പുകൾ ഇറക്കാറോ ഇല്ല. ഈ കുറിപ്പിലൂടെ അവർ പ്രകടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വികാരം എന്താണ്? വികാരം എന്ന് പറഞ്ഞാലേ കേരളത്തിന്റെ സൊസൈറ്റിനെ മൊത്തമായി കരയിച്ച വികാരമാണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജുഡീഷ്യറിക്ക് മൊത്തമായിട്ടുള്ള തലകുനിച്ച് നിൽക്കേണ്ട ഒരു വികാരമാണിത്. കാരണം അത്രയും പ്രയാസം ഉണ്ടാകുന്ന ഒരു കാര്യമായി പോയി. എനിക്ക് മനസ്സിലാവൂല. കാരണം ഞാനും അത് ഒരുപക്ഷെ ഈ 1.5 വർഷം കൊണ്ട് നികേഷും എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ ഒരു ഗ്യാപ്പ് നികേഷിനും വന്നു. പക്ഷെ അപ്പോഴൊക്കെയും എനിക്കൊരു ഗ്യാപ്പും വന്നിട്ടില്ല. ഞാൻ അതേപോലെ തന്നെ ഇതിൽ മാത്രമായിട്ട് ഞാൻ ഇൻവോൾവ് ആയിട്ട് നടക്കുന്ന ഒരാളായതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അവര് പറയണത് എന്റെ കണ്ണ് നിറയ്ക്കുന്ന അവസ്ഥയാണത്. എനിക്കത് കാരണം ഞാനും വിക്ടിമൈസ് ചെയ്യപ്പെടുകയാണെന്ന് തോന്നിയ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 8 മാസക്കാലമായിട്ട് ടോട്ടലി ഈ സൊസൈറ്റിയിൽ നിന്നും ഞാനും വിക്ടിമൈസ് ചെയ്യപ്പെടുകയാണ്. ഇവർക്ക് വേണ്ടി നിൽക്കുന്നു എന്നതുകൊണ്ടും ഫൈറ്റ് ചെയ്യണതുകൊണ്ടും അത് പറഞ്ഞാൽ മനസ്സിലാക്കാത്ത രീതിയിലുള്ള അത്രയും ടോർച്ചറിങ് എനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കുട്ടിയുടെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാണ്. ഞാൻ ഇത്രയും പറന്നു നടക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തോരം കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരാളാണ്. എന്നിട്ട് എനിക്ക് പോലും ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡിപ്രസ്ഡായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഈ ഒരു 3-4 മാസക്കാലം. അത് എന്താ വെച്ചാൽ ഒരു കാര്യമല്ല, ഈ കേസിന്റെ 4 വഴികൾ തന്നെ നമ്മൾ നടന്നു പോകുന്ന എല്ലാ വഴികളിലും ചോര കാലിന്റെ അടിയിൽ നിന്ന് മുള്ളുകൊണ്ടൊരു ചോര വരുന്ന പോലുള്ള വേദനയാണ്. ഇത് പറയണ കേൾക്കുമ്പോ മറ്റു സൈഡിലുള്ള ആളുകൾ ചോദിക്കും ഇതെന്തൊട്ടിപ്പോ ഇത്ര. അല്ല, അവര് ഈ പ്രതിനെ അവർക്ക് ഇപ്പോഴും അവർ ചെയ്യുന്ന തെറ്റുകളുടെ ആഴം, അത് ആ കുട്ടിക്കുണ്ടാകുന്ന നീറ്റലിന്റെ ആഴം എല്ലാവരും വന്നിരുന്നിട്ട് ഞങ്ങളും അതിജീവിതയ്ക്കൊപ്പം ആണ് എന്ന് പറയാൻ വളരെ പറഞ്ഞു പോയതിനു ശേഷം അപ്പുറത്ത് തന്നെ നിന്നിട്ട് അവര് അതുപോലെ തന്നെ അതിനെ എങ്ങനെ മറികടക്കാനും ഈ പ്രതിനെ രക്ഷിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യണത്. ഞാൻ ഇപ്പൊ ഇത് റേപ്പ് ചെയ്യുകയോ റേപ്പിന് കൊട്ടേഷൻ ചെയ്യുകയോ ചെയ്ത പ്രതികൾ മാത്രമല്ലല്ലോ, ഈ സിസ്റ്റത്തില് നിയമ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്താല് ഉടനടി അവർക്കെതിരെ ക്രിമിനൽ നടപടികൾ എടുക്കണ്ടേ? ആദ്യ ഭാഗത്തുനിന്ന് ഒരു തടസ്സവുമില്ല. പക്ഷെ അവിടെയും ആ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോ അത് ആരെയും വേദനിപ്പിക്കുന്ന കാര്യമാണ്. മനസാക്ഷിയോട് തീർച്ചയായും. അഡ്വക്കേറ്റ് ടി ബി മിനി, അതിജീവിതയുടെ അഭിഭാഷക, നന്ദി പ്രതികരിച്ചതിന്.